കേരളത്തിൽ 9993.7 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശം കരട് വിജ്ഞാപനം പുറത്ത്. വയനാട്ടിലെ 13 വില്ലേജുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുന്നതായി കരട് വിജ്ഞാപനം. ഉരുൾപൊട്ടൽ നാശം വിധിച്ച വയനാട്ടിലെ 13 വില്ലേജുകൾ ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ടത്തിന്റെ 56,800 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കാനുള്ള 5ാമത് കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി. വയനാട്ടിൽ ദുരന്തമുണ്ടായതിനു പിന്നാലെ ജൂലൈ 31-നാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. വയനാട് ജില്ലയിലെ 2 താലൂക്കുകളിലായി 13 വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലെ 9993.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോലമായി പ്രഖ്യാപിക്കുന്നതിനാണ് കരട് വിജ്ഞാപനം. ഗുജറാത്തിൽ 449 ചതുരശ്ര കിലോമീറ്റർ, മഹാരാഷ്ട്രയിൽ 17,340, ഗോവയിൽ 1,461, കർണാടകയിൽ 20,668 ചതുരശ്ര കിലോമീറ്റർ, തമിഴ്നാട്ടിൽ 6,914 ചതുരശ്ര കിലോമീറ്റർ എന്നിങ്ങനെയാണ് വിജ്ഞാപനത്തിൽ പരിസ്ഥിതി ലോല പ്രദേശം കണക്കാക്കിയിരിക്കുന്നത്. ഖനനം, ക്വാറി പ്രവർത്തനം, മണൽ ഖനനം എന്നിവ പൂർണ്ണമായി നിരോധിക്കണമെന്നാണ് കരടിലെ നിർദ്ദേശം. അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെയോ നിലവിലുള്ള ഖനനപ്പാട്ട കാലാവധി അവസാനിക്കുന്നതോടെയോ ഖനനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. പുതിയ താപവൈദ്യുത പദ്ധതികൾ പാടില്ല. നിലവിലുള്ള പദ്ധതികൾ തുടർന്നും പ്രവർത്തിക്കാൻ, എന്നാൽ വിപുലീകരണം അനുവദിക്കില്ല. നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും ഒഴികെ വലിയ തോതിലുള്ള നിർമ്മാണ പദ്ധതികളും ടൗൺഷിപ്പുകളും പ്രദേശത്ത് നിരോധിച്ചിരിക്കുന്നു എന്നും വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കുന്നു.